ലൈഫ് ബിസിയാക്കി വെക്കാൻ നിങ്ങൾക്കിഷ്ടമാണോ? ഞാനങ്ങനെയാണ്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ മോനെയും കൊണ്ട് ഇപ്പോൾ കളിക്കാൻ പോയി വന്നതേ ഉള്ളൂ. വന്നതിന് ശേഷമാണ് ടെറസിലോട്ട് കയറി ഇങ്ങനെയുള്ള കുറച്ച് അലക്കുലത്ത് പണികളൊക്കെ ചെയ്തു തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം കുറച്ച് വിത്തൊക്കെ പാകിയിട്ടുണ്ടായിരുന്നേ, അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് ദിവസമായി ഇതൊന്ന് മാറ്റി നടണം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഒച്ചിനെ പേടിച്ചിട്ട് എല്ലാം തന്നെ പതുക്കെ പതുക്കെ ടെറസിലേക്ക് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പയറൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്, നമ്മുടെ പഞ്ചായത്ത് നിന്ന് കിട്ടിയ പയർ. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് പുല്ലൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വള്ളിയൊക്കെ വീശി വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കയറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മളില്ലേ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പം അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ സന്തോഷമില്ലേ, അതും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ ഞാനതേ 2 പൂവ് കണ്ടത്. അതിൽ ഭയങ്കര സന്തോഷമാണ്. എന്നാൽ നമുക്ക് സങ്കടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ടെന്നാലും കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ എൻ്റെ ചെടികളൊക്കെ. പിന്നെ ഇതേ നമ്മുടെ ചീരയൊക്കെ ഇങ്ങനെ മാറ്റി നട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വലിപ്പം ഇതൊന്നുമല്ല, എന്തുകൊണ്ടോന്നറിയില്ല, ഇതിന് ഇത്തിരി വളരാൻ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കൂടെ നട്ട ചീരയാണ് കേട്ടോ ഇത്. അത് നല്ല അടിപൊളിയായി വളർന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുരിങ്ങയും മുന്തിരിയും ഒക്കെ ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പം നമ്മളെല്ലാത്തിനും ഇച്ചിരി വെള്ളം കൊടുത്തു, കാരണം ഇന്ന് കാലാവസ്ഥ ഇച്ചിരി തെളിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ചില ആൾക്കാർക്ക് വട്ടായി തോന്നാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ മണിമുള്ളയുടെ കഥ. അതുപോലെ തന്നെ കാറ്റ്സ് ക്ലോവും പടർന്ന് കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പൂക്കാനായിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചായ ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ ചായയൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ബജ്ജി മേടിച്ചിട്ടുണ്ടായിരുന്നു, മുട്ട ബജ്ജിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതേ വൈകുന്നേരം ആയപ്പം ചായയൊക്കെ വെച്ച് അതൊക്കെ കഴിച്ചതിന് ശേഷം പതുക്കെ കുറച്ച് സമയം പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലില്ലേ, സമയമെല്ലാ സമയത്താണ് പല കാര്യങ്ങളും ചെയ്യുന്നതെന്ന് തന്നെ പറയാം. എന്നാലും അതൊക്കെ ആസ്വദിച്ച് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക സുഖമാണല്ലോ. അപ്പം പിങ്കിമോളെ നമ്മൾ ഇറക്കിയിട്ടുണ്ടായില്ല, അപ്പം പതുക്കെ അവളെ ഇറക്കി വിട്ടിട്ടുണ്ട്. അങ്ങോട്ട് മറിച്ചിട്ടേ ഷേക്കാൻ ഗുഡ് ഗേൾ. ചായക്ക് ഇച്ചിരി ചൂടുണ്ടായതുകൊണ്ട് തന്നെ ഞാനത് തണിച്ചിട്ടൊക്കെ കൊടുക്കുവാണേ. പക്ഷെ അവൾക്ക് സമാധാനമില്ല, ഇനി എങ്ങാണ്ട് ഞാൻ തിരിച്ച് കുടിച്ചാലോ എന്നുള്ളൊരു ടെൻഷനിലാണ് അവൾ. അങ്ങനെ ചൂടൊക്കെ മാറ്റിയിട്ട് പതുക്കെ കൊടുത്ത്, എന്നാലും ചെറിയൊരു ചൂടുണ്ട്, അവളെ മുഖത്ത് കാണാനുണ്ട്. ചായ കൊതിച്ച് തീർന്ന് തീർന്നടി തീർന്ന് തീർന്ന് ബസ് ഹോ ഗയാ തീർന്ന്. ചോ കഷ്ടം. ചായ